ചേച്ചി എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു. നിനക്ക് എന്താണ് പറയാനുള്ളത് കുട്ടു? ഹലോ ഗൈസ്, അപ്പം ആർക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ക്രിസ്തുമസിന് പുൽക്കൂടുണ്ടാക്കുന്ന കോലാഹലമാണ് ഈ കാണുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഡെക്കറേഷൻസ് മത്സരം ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇൻഡോർ മത്സരത്തിനാണ് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ എന്തോരം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്നതായിരുന്നു അതിന്റെ തീം. കൂടാതെ ക്രിബും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ചേച്ചി എല്ലാത്തിലും എക്സ്പേർട്ട് ആയ കാരണം ചേച്ചി പറഞ്ഞ രീതിക്ക് അനുസരിച്ച് ഞാൻ സ്റ്റാർ ഉണ്ടാക്കി. ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി എങ്ങനെ അത് ഉണ്ടാക്കണം, അതിന്റെ കുട്ടൻസ് എങ്ങനെയാന്ന് എനിക്ക് പിടികിട്ടി. സോ അങ്ങനെ അറൗണ്ട് ഒരു 1 to 2 വരെ ഞങ്ങളത് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തു, വരയ്ക്കേണ്ടതും ഒട്ടിക്കേണ്ടതുമായിട്ടുള്ളത്. പ്രബിന് അതിന്റെ ഇടയിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മേക്ക് ഓവറിലാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ആ ബ്ലൂ ലൈറ്റ് കത്തണോടത്ത് സാന്റാ വേൾഡ് ഉണ്ടാക്കി. പിന്നെ പാറ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ കമത്തി വെച്ച് അതിന്റെ മേലെ ബിൻ ബാഗൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാറയാക്കി വെച്ച്. സോ അതുണ്ടല്ലോ ഗൈസ്, അതാണ് ഞങ്ങളുടെ മീൻകുളം. മീൻകുളമല്ല, ഞങ്ങൾ മീൻ മാറ്റി ഞങ്ങൾ താറാവിനെ വെക്കാന്നാണ് വിചാരിച്ചിരുന്നത്. ഞങ്ങൾ ചെമ്മൂന്ന് കുറച്ച് താറാവിനെ ഓർഡർ ചെയ്തായിരുന്നു, കുട്ടി കുട്ടി താറാവ്സ്. അപ്പൊ അതിൽ വെക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ചെടി ഞങ്ങൾ പൊക്കിയെടുത്തിട്ട് വന്നത്. അപ്പൊ അതിനകത്താണ് ഞങ്ങൾ കുളമായിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ പാറയുടെ അടിയിൽ നിന്ന് കുളം വെള്ളം വരുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ വെക്കാന്ന് വിചാരിച്ചാണ്. ഇവിടെ ഒരാൾ കൊട്ടാരം കൊണ്ട് കുറെ നേരമായി ഇരിക്കണേ. ഫൈനലി അതൊരു അടിപൊളി കൊട്ടാരമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എത്ര കഴിവുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഇത്തിരി പാടുപെട്ടു, എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തു. പുൽക്കൂട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം അത് അടിപൊളിയായിട്ട് മുന്നേ നല്ല രീതിയിൽ സെറ്റ് ചെയ്തായിരുന്നു ആള്. പിന്നെ ഇതേ കുളം ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി അതിൻ്റെ മേലെ പഞ്ഞി തൂക്കി വെള്ളം ചാടണമാതിരി കാണിച്ച് വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും എന്നറിയില്ല ലാസ്റ്റ്. സോ പുൽക്കൂട് ഇതേ ഇങ്ങനെ ഞങ്ങൾ സെറ്റാക്കാന്ന് വിചാരിച്ചാണ്. ഒരുവിധം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. പ്രബിൻ്റെ കൊട്ടാരം കൂടി കിട്ടിയാലാണ് ഞങ്ങൾക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ പൊന്നൂസിനെ കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. കൂടുതലും ചേട്ടൻ തന്നെയാണ് പൊന്നൂസിനെ മാറ്റി പിടിച്ചത്. കാരണം പിള്ളേരാകുമ്പോൾ കുസൃതി കൂടുതലല്ലേ. ഇതെല്ലാം നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായ കാരണം ഇതൊക്കെ എന്താണൊക്കെ പിടിച്ചു നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഫൈനലി ഞാൻ പ്രബിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരുവിധമായിട്ടുണ്ട് കൊട്ടാരം. ഇനി എന്തോരം ടൈം എടുക്കുന്ന അറിയില്ല. 2 സൈഡ് ആയിട്ടുള്ളൂ. ഇനി അതിന്റെ ബാക്കിലും മറ്റേ സൈഡും കൂടി ഫിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് കാണാം എന്താകുമെന്ന്. അപ്പൊ സ്ഥലമില്ലാണ്ട് അന്വേഷിച്ച് നടക്കായിരുന്നു. അതുമാതിരി ഞങ്ങൾ ഫില്ല് ചെയ്തായിരുന്നു ലൈറ്റ്സും ഡെക്കറേഷൻസും എല്ലാം കൊണ്ട്. അപ്പൊ ഫൈനലി ഞങ്ങൾ ആ ഒരു സാൻഡയുടെ അടിയിൽ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ തന്നെ അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങൾക്ക് കാണാല്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കൊട്ടാരം ഉണ്ടാക്കിയായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു കൊട്ടാരം. അപ്പൊ അങ്ങനെ അത് അവിടെ ഫിക്സ് ചെയ്തു. അപ്പൊ ലൈറ്റും കൂടി ഇട്ട സംഭവം കളറായി. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? സാന്റാ വേൾഡിൽ നിന്ന് ബ്ലൂമായിട്ട് ഞങ്ങൾ വൈറ്റ് വാം കളറാണ് കൊടുത്തത്. ബ്ലൂ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ട്രെയിൻസും ആ ട്രീസ് കൊച്ചു കൊച്ചു ട്രീസുകളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾ ബ്ലൂ മാറ്റി വാം കളർ കൊടുത്തു. അങ്ങനെ താറാവുകളൊക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് എല്ലാം നല്ല അടിപൊളിയാക്കി. മൊത്തത്തിൽ നമുക്കിനി കാണാം.